ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്നും ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെ നിഫ്റ്റി തുടരാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ചൊന്ന് നമ്മൾ കുറച്ച് മേളിലേക്ക് പോയി. ബട്ട് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടെങ്കിലും കുറേ കൺഫ്യൂഷനാണ് മാർക്കറ്റ് ഉണ്ടായത്. സപ്ലൈ സോണിൻ്റെ മേടി പോയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഓൾമോസ്റ്റ് 22,500 എന്ന റെസിസ്റ്റൻസ് സോണൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റി പയ്യെ സപ്ലൈ സോണിൻ്റെ ബാക്കിലേക്ക് വരികയും ചെയ്തു. ബട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് പവർ കാണിച്ച് മേളിലേക്ക് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. എനിവേ ബട്ട് അവിടെ നിന്ന് ഒരു റാലിയോ ഒരു കണ്ടിന്യൂഷൻ ഇതോ ഒന്നും കിട്ടിയിട്ടില്ല. പ്രീമിയം ഡി കെ നല്ലോണം സംഭവിക്കുന്നുണ്ട്. ഓപ്ഷൻ ബയേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. മെയിനായിട്ട് നല്ല പ്രീമിയം ഡി കെ വിക്സ് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഈ ഓപ്ഷൻ ബൈങ്ങിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നാലും SL ഹിറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബട്ടർഫ്ലൈ കോൾ ബട്ടർഫ്ലൈ നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തായിരുന്നു. ബട്ട് കുറച്ച് എന്താ പറയുക, നമുക്ക് നിഫ്റ്റി ആ ഒരു കംബാക്ക് എടുത്ത പോലെ ബാങ്ക് നിഫ്റ്റി എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ലോസിലാണ്. ആ ലിമിറ്റഡ് ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അതാണ് നമ്മൾ ഇന്ന് ഓവറോൾ നടത്തിയത്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. ആൻഡ് അതോടൊപ്പം നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങൾ സ്റ്റിൽ നമുക്കൊരു RBI ഇവൻ്റ് ഉണ്ട്. അപ്പോൾ മേ ബി അതായിരിക്കണം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയൊക്കെ കുറച്ചൊന്ന് ഈ കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെ തുടരണം. എന്തായാലും നമുക്ക് ലാസ്റ്റത്തെ ഒരു 4 hour ക്യാൻഡിൽസിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം അതിൻ്റെ ഇപ്പോഴും ഫോർമേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമുക്ക് നിഫ്റ്റിയുടെ ഇന്ന് നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് പ്രത്യേകിച്ച് US ഒക്കെ കുറച്ചൊന്ന് വീക്ക്നെസ് ആയിരുന്നു. ദെൻ ഇനീഷ്യലി തന്നെ നല്ലൊരു സപ്പോർട്ട് നിയർ ടു ഡിമാൻഡ് സോണിൻ്റെ അവിടെ നിന്നാണ് 22,300 ലെവൽസിലാണ് സപ്പോർട്ട് എടുത്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. 22,300 ലെവൽസിൽ സപ്പോർട്ട് എടുത്തിട്ട് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. പിന്നെയും ഒന്ന് സപ്ലൈ സോണിൽ പോയി. പിന്നെ നമുക്ക് അവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആൻഡ് ഒരു ആഫ്റ്റർനൂൺ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് 22,500 എന്ന റെസിസ്റ്റൻസ് സോണ് അവിടെ പിന്നെയും കൺസോൾട്ടേഷൻ. പിന്നെ നിഫ്റ്റി താഴേക്ക് വന്നു. ആൻഡ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 0.08% -0.08. എനിവേ എന്നാലും നിഫ്റ്റി ഓക്കെ ആയിരുന്നു. കൺസോൾട്ടേറ്റ് ആണെങ്കിലും കുറച്ചൊന്ന് മൂവ്മെൻറ്റൊക്കെ നിഫ്റ്റിയിൽ തരാൻ കഴിഞ്ഞു. വിത്ത് ഡേ ലോയിൽ വെച്ചിട്ട് കുറച്ചും കൂടി നിഫ്റ്റി മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സപ്ലൈ സോണിൻ്റെ അവിടെ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് കുറച്ചൊന്ന് പുൾ ഡൗണിൽ ശ്രമിച്ചു. ആൻഡ് സപ്പോർട്ട് എടുത്തു 47,200 ലെവൽസിലാണ് സപ്പോർട്ട് എടുത്തത്. ദെൻ ബാക്ക് ടു സപ്ലൈ സോണിൻ്റെ അടുത്ത് വന്നു. ആൻഡ് ഇവിടെയാണ് നമുക്കൊരു കൺസോൾട്ടേഷൻ റേഞ്ച്. ഇവിടെ ഫുൾ ഇൻഡിസിഷൻ ക്യാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ആഫ്റ്റർനൂണിന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. ആൻഡ് ഈ ബ്രേക്ക് ഔട്ടിലും നിഫ്റ്റി അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് കണ്ടിന്യൂഷൻ പോകാൻ ബാങ്ക് നിഫ്റ്റി ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. ആൻഡ് അവിടെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലില്ല. പിന്നെ പിന്നെ അവിടെ ഫുള്ള് കൺസോൾട്ടേറ്റ് വന്ന ക്യാൻഡിലാണ്. വൺസ് ഇത്രയും ക്യാൻഡിൽ വന്നാൽ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാലും നിങ്ങൾ ശ്രമിക്കാണ്ടിരിക്കുക. അതൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് ഏത് റീജൺ ഇനിയിപ്പോൾ വലിയ ടൈം ഫ്രെയിമിലാണെങ്കിലും ഏത് റീജണിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ വന്നാൽ ഒരിക്കലും അതിനെ അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ദെൻ അവിടെ നിന്നും ഫോളോ ആയി പിന്നെയും ആ ലെവലിൽ കൺസോൾട്ടേറ്റ് ആയി. ആൻഡ് ഒരു കാര്യം കൂടി ഇതും ബാങ്ക് നിഫ്റ്റിയുടെ 47,700 എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിക്കും നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാവുന്ന ഒരു റീജിയൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊന്നും സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിലാണ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് തന്നെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ആ ലെവൽസിൽ തന്നെയാണ് 47,400 to 47,700 നിയർ ടു 47,800 ലെവലാണ്. ഇന്നൊരു ഗ്യാപ് ഡൗൺ ഉണ്ടായത് കൊണ്ടാണ് 47,400 താഴേക്ക് വന്നത്. ബട്ട് അതിൻ്റെ കുറച്ചും കൂടി മേളിലേക്ക് തന്നെ സഡനായിട്ട് തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ മേളിലേക്ക് കയറാനും ശ്രമിച്ചു. അപ്പോൾ അതാണ് ഓവറോൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അതിന് മുമ്പ് നമുക്ക് ടെലഗ്രാം ചാനലൊന്ന് നോക്കാം. ടെലഗ്രാം ചാനലിലാണ് നമ്മൾ അപ്ഡേറ്റ് എല്ലാം കൊടുത്തത്. ആൻഡ് വൺസ് കൺസോൾട്ടേഷൻ ആയപ്പോൾ നമുക്ക് റിജക്ഷൻ സപ്ലൈ സോണിൽ നിന്ന് റിജക്ഷനൊക്കെ വന്നപ്പോൾ നമ്മളൊരു ലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയിൽ കയറിയിരുന്നു. -1.3%, 1.3 to 4. അത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂ ഇടുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അത് വരും. ബട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ നിഫ്റ്റി ബാക്ക് ടു ആ സോണായിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റി വരാത്തതുകൊണ്ട്
ആയതുകൊണ്ട് നമുക്ക് ലോസിൽ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഒരു 3 ബിലോ 400 ആയിരുന്നു, ഒരു 27 ആ ക്യാപിറ്റൽ ആണ് അതിന് റിക്വയർമെൻറ്റ് വന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിന്ന് നമ്മുടെ ചാനലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് ഡെയിലി നമ്മുടെ OA ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഇനി നമുക്ക് വരുന്നത് നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. വീക്ക്നെസ് നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്റ്റിൽ വീക്ക്നെസ്സിൽ OA ഉണ്ടായിട്ടും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒന്ന് കയറിപ്പോയി. ബട്ട് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു ഇവൻ്റ് നിൽക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നിഫ്റ്റി ഒന്ന് ചോപ്പിംഗ് മാർക്കറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സ്റ്റിൽ ഇപ്പോഴും നമുക്ക് കാണാം 22,500 റെസിസ്റ്റൻസ് ഇപ്പോഴും നമുക്ക് കാണാം. ആൻഡ് അവിടെ ലാസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് എന്താ ഇവിടെ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് നോക്കാം. വൺസ് നമ്മൾ കുറച്ച് ഇറങ്ങി പോകാൻ നേരത്ത് ഇവിടെ നിന്ന് നമുക്ക് സപ്പോർട്ട് കൂടി വരുന്നു. ആൻഡ് സെയിം തന്നെ ഇങ്ങോട്ടും സപ്പോർട്ട് കൂടി വരുന്നു. റെസിസ്റ്റൻസ് കൂടി വരുന്നു. കറൻ്റ്ലി മാർക്കറ്റ് 450 ആൻഡ് 500 400 to 500 റേഞ്ചിൽ തന്നെയാണ്. അവിടെ നമുക്ക് ധാരാളം കോൾസ് ആൻഡ് പുട്ട് റേഞ്ചൊക്കെ ഉണ്ട്. എന്തായാലും അപ്പോൾ ആ റേഞ്ചിൻ്റെ തന്നെ എന്തായാലും നോക്കുക. ബിക്കോസ് ഇവിടെയൊക്കെ നമുക്ക് ഇതും വരുന്നുണ്ട്, കോൾ റൈറ്റിങ്ങും വരുന്നുണ്ട്. എന്തായാലും സ്റ്റിൽ ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഇനിയും കൂടുതൽ തന്നെയാണ്. -0.8 ആണ് ബീറിഷ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം. ആൻഡ് 22,500 മേളിൽ നല്ലൊരു ക്ലോസിങ്ങോ ഒന്നും കിട്ടാണ്ട് നിഫ്റ്റിക്ക് ഇനി മേളിലേക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കാണാനും ചാൻസ് ഇല്ല. എന്തായാലും നാളത്തെ മാർക്കറ്റ് നോക്കുക. സൈഡ് വേസ് മാർക്കറ്റിനുള്ള ചാൻസ് ആയിട്ട് തന്നെ ഇപ്പോഴും പോണത്. വിത്ത് ലെസ് സപ്പോർട്ടാണ് എല്ലായിടത്തും കാണുന്നത്. എനിവേ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസിലൊക്കെ തന്നെ നിഫ്റ്റിയുടെയും നോക്കുക. 22,400 സ്റ്റിൽ ഇപ്പോൾ സ്ട്രാഡിൽ പോണത്. 500 തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ആയിട്ട് തന്നെ അവിടെയും ഒരു സ്ട്രാങ്കിൾ ഫോർമേഷൻ അവിടെയുണ്ട്. ആൻഡ് 400 ഇപ്പോൾ കറൻ്റ്ലി ചെറിയ രീതിയിലുള്ള ഒരു കോള് അവിടെ പുട്ടിലേക്ക് വരുന്നുണ്ട്. കോൾ അൺവൈൻഡിങ് ആയി തുടങ്ങുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് 22,500 പുട്ട് അൺവൈൻഡിങ് ആവുന്നുണ്ട്. അപ്പോൾ 400 to 500 റേഞ്ച് സ്റ്റിൽ മാർക്കറ്റ് അത് ഹോൾഡ് ചെയ്യാണ്. ആൻഡ് വിത്ത് സപ്പോർട്ട് 22,300 സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് 22,350 ആണെന്ന് സപ്പോർട്ട് എടുത്തത്. എനിവേ, അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ. അപ്പോൾ റേഞ്ച് നോക്കേണ്ടത് 22,500, 22,400 ആൻഡ് 22,300 തന്നെയാണ് ഇനീഷ്യൽ റേഞ്ചിൽ നോക്കേണ്ടത്. ആൻഡ് കൺസോൾട്ടേഷൻ ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 3 എവിടെയാണ് മാക്സിമം കോൾ ആൻഡ് പുട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറിയും കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. 47,500 സ്റ്റാഡിൽ ഫോർമേഷൻ, ലാർജ് റെസിസ്റ്റൻസ് വരുന്നത് 48,000, സപ്പോർട്ട് 47,000. അപ്പോൾ 1,000 പോയിൻറ്റിൻ്റെ ആ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. 47,500, 48 to 47 to 48 സ്റ്റിൽ ആ റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് എവിടെ ചെയ്യുന്നു ആ റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രാഡിലും ആൻഡ് അതോടൊപ്പം തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് സ്റ്റിൽ ഇവിടെ നമുക്ക് കാണാം 48-ൽ ഒരു പുട്ട് റൈറ്റിംഗ് ഉള്ള പോലെ തന്നെ 47-ലും കോൾ റൈറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. ആൻഡ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ആൻഡ് FIDA ഡാറ്റ ഇതുവരെയും ഇത് ചെയ്തിട്ടില്ല. നമുക്ക് ഇന്നലത്തെ FIDA ഡാറ്റ അനുസരിച്ച് ഇന്നൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു നെഗറ്റിവിറ്റി ആണല്ലോ. ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ലോങ്ങിലേക്ക് ഒന്നും പോയിട്ടില്ല. ആൻഡ് നിഫ്റ്റിക്ക് നമുക്കത് കൃത്യമായിട്ട് ഇന്ന് നമുക്ക് അത് കാണാനും കഴിഞ്ഞായിരുന്നു. എനിവേ, കുറച്ച് ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ കുറച്ചൊന്ന് മേളിലേക്ക് പോയി ഒന്ന് കൺഫ്യൂസ്ഡ് ലെവലാക്കിയത്. എന്തായാലും നോക്കാം. അത് എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിക്ക് ഒരു ട്രാപ്പ് തരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. ഇനി നമുക്ക് അപ്പോൾ FIDA ഡാറ്റ എന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് കോളോ പുട്ടോ എങ്ങനെ എന്ത് വന്നാൽ ഞാൻ ജസ്റ്റ് ടെലിഗ്രാം ചാനലിൽ എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്യാം. ആൻഡ് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമിലും കൂടി ഒന്ന് നോക്കിയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാം. നമുക്ക് നിർത്താം. ഇപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു കൺസോൾട്ടേഷൻ്റെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും വന്ന് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം
ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് 22,500 ടു 22,400 ലെവലാണ് അവിടെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് ഒരു ഫോൾ വന്നു, വീണ്ടും ആ റേഞ്ചിൽ വന്നപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെയും ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന ബ്രേക്കൗട്ടിന് നമ്മൾ ക്ലിയർ ബ്രേക്കൗട്ട് അല്ല എങ്കിൽ ഫോൾസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് ഒരു ക്ലിയർ ബ്രേക്കൗട്ട് അല്ല എങ്കിൽ ഇവിടെ നിന്ന് അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ വന്നാലും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസിൽ ഇപ്പോഴും ആ ഫോർമേഷൻ ഒന്ന് നോക്കി തന്നെ പോവുക. ആൻഡ് വിത്ത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ നോക്കുക. സോ ഇവിടെയൊക്കെ നമുക്ക് നല്ല 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് അധികവും. എവിടെയും മേളിലും താഴെയൊക്കെ വിക്ക് വരുന്നുണ്ട്. മീൻസ് രണ്ട് സൈഡിൽ നിന്നും ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നർത്ഥം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് ഹൈ ഫോം ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് സ്റ്റിൽ ആ കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ഉള്ളത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ പോലെ ഒരു ഫീൽ ആകുന്നുണ്ടെങ്കിലും ബട്ട് ആ ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റിയും കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ തന്നെ 47,800 എന്ന റേഞ്ചിലാണ് നോക്കേണ്ടത്. ദെൻ വൺസ് ഇവിടെ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നമുക്കുണ്ട്, FEG ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽസിലേക്കും കൂടി വരുമ്പോൾ ക്യാൻഡിൽ പാറ്റേൺസിനനുസരിച്ച് മാത്രമേ അവിടെയും ട്രേഡ് എടുക്കാവൂ. ആൻഡ് അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവിടെ വരുമ്പോൾ തന്നെ സെല്ലിങ് നോക്കരുത്. നിങ്ങൾ ഒരു ക്യാൻഡിൽ പാറ്റേൺസ് ഫോം ചെയ്താൽ നല്ല രീതിയിലുള്ള ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക. ആൻഡ് അതല്ല എങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു നല്ലൊരു മീൻസ് ഇവിടെ കണ്ടില്ലേ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് മീൻസ് നല്ലൊരു ഇതിലേക്ക് വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് സോണായിരുന്നു. നമ്മളിവിടെ പറഞ്ഞല്ലോ നല്ലൊരു സപ്പോർട്ട് സോണായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വൺസ് ആ സപ്പോർട്ട് സോണിലേക്ക് വന്നപ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്ത മാതിരി ഈ ഒരു സോണിൽ വരുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിന് നല്ലൊരു മീൻസ് എന്താ പറയുക നമുക്ക് നല്ല ഒരു ട്രേഡിങ്ങോ മീൻസ് അവിടെ ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ ലെവൽസ് എപ്പോഴും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇതാണ് അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് സ്റ്റിൽ നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ആൻഡ് ബ്രേക്ക് ഡൗണോ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് തന്നെ മീൻസ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഒരു ഇവൻ്റ് ഉണ്ടാവുമ്പോൾ മാക്സിമം മാർക്കറ്റിൽ എന്താ പറയുക ആക്റ്റീവായിട്ടിരിക്കുന്നവരെ മിക്കവാറും മാർക്കറ്റ് ഒന്ന് പുൾ ഡൗൺ ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് SL ഫോം ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റിൽ ഒരുപാട് ട്രേഡ്സിന് വേണ്ടി നോക്കിയാലും നമുക്ക് ഡേഞ്ചറായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ട്രേഡ്സ് ഒന്ന് കുറച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നല്ലൊരു ഗ്യാപ്പൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ക്യാൻഡിൽ പാറ്റേൺസും കൂടി നോക്കിയിട്ട് നല്ലൊരു ട്രേഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. എനിവേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലൊന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ചെയ്യുക. ആൻഡ് ക്യാപിറ്റൽ സേഫ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.